അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വാഴയ്ക്ക് തണ്ടുവരപ്പിനുള്ള മരുന്നടിച്ചു കൊടുക്കുകയാണ്. ഏകദേശം 5 മാസത്തോട് അടുത്തു നമ്മൾ വാഴ നട്ടിട്ട്. ഈ ഒരു ടൈമിൽ നമ്മളെങ്കിലും തണ്ടുവരപ്പിൻ്റെ ആക്രമണം കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ ബൾക്കായിട്ട് നടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ കണ്ണെത്താതെ വരും. അതിനൊരു മുൻകരുതലായിട്ടാണ് നമ്മൾ ഈ തണ്ടുവരപ്പിനുള്ള മരുന്നടിക്കുന്നത്. ഈ ഒരു സമയത്താണ് തണ്ടുവരപ്പിൻ്റെ ആക്രമണം കൂടുതലായിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഴകളിൽ കൊലകൾ കൂമ്പിട്ട് തുടങ്ങി, കൊലകൾ വിരിഞ്ഞു തുടങ്ങി. അത് നമ്മൾ മരുന്നടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കൊലകളിലോട്ട് അല്ലെങ്കിൽ കൂമ്പിലോട്ട് മരുന്ന് പോകാതെയാണ് നല്ലത്. അതിൻ്റെ കവളുകളിൽ ഇറങ്ങുന്നതൊക്കെ വിധം ചെറിയ രീതിയിൽ അടിച്ചു കൊടുത്താൽ മതിയാകും. ഇത് അടിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്കരിച്ചിൽ പോലെ എന്തെങ്കിലും രോഗങ്ങളുണ്ടോ എന്ന് നോക്കുക. ഇലക്കരിച്ചിലില്ലെങ്കിൽ മരുന്നടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വാഴയ്ക്ക് ക്ഷീണം സംഭവിക്കും. അതുപോലെ തന്നെ വാഴകൾ നല്ലപോലെ വൃത്തിയാക്കുക. നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ വൃത്തിയാക്കിയാണ്. എന്നിരുന്നാലും കുറേയേറെ ആ ടൈമിൽ ഒരു പകുതി ഉണക്കായ ഇലകൾ നമ്മൾ മുറിക്കാത്തത് കൊണ്ട് ഒരറ്റത്ത് മുറിച്ച് കയറുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ തോട്ടം ഉണങ്ങിയ ഇലകൾ താഴോട്ട് വീണു. നമ്മളിപ്പോൾ അതൊന്ന് മുറിക്കാനായിട്ട് നിന്നില്ല. നമ്മൾ കവളുകളിൽ കൂടി തന്നെ മരുന്നടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. നമുക്കിപ്പോൾ വിരിഞ്ഞിരിക്കുന്ന കൊലകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആദ്യം വിരിഞ്ഞ കൊല 5.5 പടലയുണ്ട്. നമുക്ക് ആദ്യമായിട്ടാണ് മഞ്ചേരിക്കുള്ള മീഡിയത്തിൽ നമ്മൾ നട്ടതിന് ശേഷം ആദ്യത്തെ കൊലയൊക്കെ വരുമ്പോൾ ഈ ഒരു ലെവൽ വരുന്നത്, അല്ലെങ്കിൽ 4 പടലയിൽ സ്റ്റോപ്പായി. കായകളുടെ എണ്ണം കൂടുതൽ കാണാറുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് നമുക്ക് ആദ്യത്തെ കൊല വിരിഞ്ഞ് 5.5 പടലയിലോട്ട് എത്തിയിരിക്കുന്നത്. ഒരു കായെണ്ണവും കൂടുതലുണ്ട്. നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് ഇപ്രാവശ്യം വാഴയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ നല്ല സ്ട്രെങ്തിലും നല്ല ആരോഗ്യത്തിലാണ് വാഴ നിൽക്കുന്നത്. ചെറിയ രീതിയിലുള്ള ഇലക്കരിച്ചിൽ മാത്രമാണ് നമുക്ക് തോട്ടത്തിൽ ഇതുവരെ വന്നിരിക്കുന്ന അസുഖമായിട്ട് വന്നിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ പുഴുവിനുള്ള മരുന്നും ചെയ്ത് കൊടുത്തിരുന്നു. അതല്ലാതെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളം ഇട്ട് പോവുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ വളം ഇട്ടിരിക്കുന്ന വീഡിയോസ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഫിപ്രോണിൽ 5% ആണ്. അത് നമുക്ക് ഇനിയിപ്പോൾ ഒരു തണ്ടുവരപ്പുള്ള മരുന്ന് അടിക്കുന്നില്ല. കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള മരുന്ന് തന്നെയാണ്, ഇൻസൈഡ് മരുന്നാണ്. അന്നേരം നമുക്കിനി തണ്ടുവരപ്പിനുള്ള മരുന്ന് ഇനി നമ്മൾ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള മരുന്ന് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളിപ്പോൾ ഒരു 2 വളവും കൂടി ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം വാഴകളെല്ലാം നല്ല രീതിയിൽ പിടിച്ച് കെട്ടി നമ്മൾ വിളവെടുപ്പിലോട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെയധികം വില കുറവാണ്. 16 രൂപയാണ് കിലോയ്ക്ക് വില വരുന്നത്. ഈ ഒരു ലെവലിൽ നമുക്ക് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടത്തിലോട്ട് പോകും. 20 രൂപേൻ്റെ മുകളിലോട്ട് നമുക്ക് വില ലഭിച്ചില്ല എങ്കിൽ നമ്മുടെ കൃഷി നഷ്ടത്തിലായിരിക്കും പോകുന്നത്. പിന്നെ പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് വിലയിൽ വർധന ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അന്നേരം നമുക്ക് വാഴ വെക്കുന്ന ഒരു സമയം എല്ലാവരും ചോദിക്കേണ്ട ഏറ്റവും നല്ല സമയമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ വില കുറഞ്ഞ് നിൽക്കുന്ന ടൈമിൽ ഒത്തിരിയേറെ ആൾക്കാർ കൃഷി കുറവാണ്. വിത്ത് കൊടുക്കുന്നതുകൊണ്ട് എനിക്കറിയാം നമ്മുടെ ഇന്നീ പ്രാവശ്യം ഈ ഒരു വിലയിൽ നിൽക്കുന്ന സമയത്ത് വിത്തെടുക്കുന്നത് വളരെയധികം കുറവാണ്. അന്നേരം ഈ ഒരു സമയത്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് നല്ലൊരു റിസൾട്ടിലോട്ട് എത്താനായിട്ട് സാധിക്കും. ഈ ഒരു ടൈമിൽ കൃഷി ചെയ്യാൻ പ്ലാൻ ചെയ്തുള്ള ആൾക്കാർക്ക് ധൈര്യമായിട്ട് ഈ ഒരു സമയത്ത് കൃഷി ചെയ്യാവുന്നതാണ്. അന്നേരം നമുക്കിനി അടുത്തൊരു വളപ്രയോഗമാണ് ഈ കിടക്കുന്നത്. അടുത്ത വളപ്രയോഗം പൊട്ടാഷ് യൂറിയാണ്. ഇനി നമ്മൾ പൊട്ടാഷ് യൂറിയ മാത്രമേ നമുക്ക് വളപ്രയോഗമായിട്ടുള്ളൂ. ഇനി മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കേണ്ടതില്ല. വാഴകളെല്ലാം കൂമ്പിട്ട് ഇടാറായി നിൽക്കുകയാണ്. ഇനി ഒരു 20 ദിവസത്തിനുള്ളിൽ ഏകദേശം 70% വാഴകളും കൂമ്പിട്ട് നല്ല രീതിയിലുള്ള വിളവിലോട്ട് നമുക്ക് എത്താൻ സാധിക്കും. അതുപോലെ തന്നെ വെള്ളം ഈ ഒരു സമയത്ത് നല്ല വേനലിൻ്റെ ഒരു തുടക്കമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം നനച്ചു കൊടുക്കാവോ അത്രത്തോളം നനച്ചു കൊടുക്കുക. അതിനുള്ള റിസൾട്ട് നമുക്ക് വാഴകളിൽ കാണും. ഇത്രയേറെ സ്ട്രെങ്തിൽ നിൽക്കുന്ന വാഴ ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ സ്ട്രെങ്ത് കളയാനായിട്ട് നിൽക്കില്ല. എന്നിട്ട് നമ്മൾ നിരന്തരം നനച്ചു കൊടുത്തുകൊണ്ടിരിക്കും. ചാലുകളിലൊക്കെ വെള്ളം കയറ്റിയിട്ടിരിക്കുകയാണ്. ചെറിയ രീതിയിലുള്ള നനവ് അടിക്കൂടി പോകുന്നുണ്ട്. അന്നേരം തണ്ടുവരപ്പിന് മരുന്നടിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. 100-200 വാഴ നട്ടിരിക്കുന്ന ആൾക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടെങ്കിൽ മാത്രം മരുന്ന് ചെയ്യുക. 500 മുകളിലോട്ട് ഉള്ള ആൾക്കാർ എന്തായാലും 5 മാസത്തിന് മുമ്പായിട്ട് ഒരു മരുന്ന് തടയിൽ കൊടുക്കുന്നത് നല്ലതാണ്. അത് വലിയ രീതിയിലുള്ള തണ്ടുവരപ്പിലോട്ട് പോകാതിരിക്കുകയും ചെയ്യും. വാഴയ്ക്കൊരു സംരക്ഷണമായിട്ട് ആ മരുന്ന് അവിടെ നിൽക്കുകയും ചെയ്യും. കൊലയിട്ട് ഇനി ശേഷമാണ് തണ്ടുവരപ്പം കണ്ട് അടിക്കുന്നതിനുള്ളിൽ മരുന്ന് കൊലയിലോട്ട് പോകാത്ത രീതിയിൽ മരുന്നടിച്ചു കൊടുക്കുക. കവളുകളിലോട്ട് കൃത്യമായിട്ട് മരുന്ന് ഇറങ്ങുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഏറ്റവും നല്ലത് മോർണിംഗിൽ അടിച്ചു കൊടുക്കുകയാണ്. വെയിലിന് മുമ്പായിട്ട് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ പരമാവധി മരുന്ന് വാഴ ഒബ്സർവ് ചെയ്യും. തണ്ടുവരപ്പിൽ നിന്ന് കൂടുതൽ പീരീഡ് സമയം നമുക്ക് ലഭിക്കുകയും ചെയ്യും. തണ്ടുവരപ്പിൻ്റെ ആക്രമണം ഒരു 3 മാസത്തോട്ടൊക്കെ ഈ മരുന്നടിച്ച് കഴിഞ്ഞാൽ വരാതിരിക്കാനുള്ള രീതിയിൽ കിട്ടുകയും ചെയ്യും. അന്നേരം തണ്ടുവരപ്പിന് ചെറിയ രീതിയിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഫിപ്രോണിലല്ലാതെ തന്നെ അടിക്കാൻ പറ്റുന്നുണ്ട്. ക്ലോറിഫയർ ഫോക്സിൻ്റെ 20 EC ഉണ്ട്. ചെറിയ രീതിയിലൊക്കെ ആക്രമണമുള്ള സ്ഥലങ്ങളാണ്. അതല്ല ആക്രമണം ഒട്ടും ഇല്ലാത്ത തണ്ടുവരപ്പിൻ്റെ ആക്രമണം ഇല്ലാത്ത സൈസ് തോട്ടങ്ങളാണെങ്കിൽ ഫിപ്രോണിൻ്റെ 20% ക്ലോറിഫയർ ഫോക്സിൻ്റെ 20 EC അടിച്ചാൽ മതിയാകും. അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ തണ്ടുവരപ്പിൻ്റെ ആക്രമണം ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ ക്ലോറിഫയർ ഹോസിൻ്റെ 50 EC അടിക്കാം. ഇനി ബൾക്കായിട്ട് നട്ടിരിക്കുന്ന ഇപ്പോൾ ഒരു 3000-4000 എണ്ണമൊക്കെ ഒരൊറ്റ ഫ്ലോട്ടിൽ നട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ റിസ്ക് എടുക്കാൻ നിൽക്കരുത്. ഒരു ഇൻസൈഡ് മരുന്ന് ഫിപ്രോണിലേക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാലും
തണ്ടുപറപ്പിൻ്റെ ആക്രമണം ഉണ്ടാവുക. ഈ തണ്ടുപറപ്പിൻ്റെ ആക്രമണം വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു മൂലയ്ക്ക് വന്ന് പെട്ടെന്ന് തന്നെ വാഴകളുടെ തോട്ടത്തിൽ ഫുള്ളായിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഇത് കാണുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ മരുന്നടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മരുന്നടിക്കുമ്പോൾ കവളുകളിലോട്ട് കൃത്യമായിട്ട് ഇറങ്ങിച്ചെല്ലാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ അടിക്കുന്ന മരുന്ന് കൊലകളിലോട്ട് വീഴാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൊലകൾ വീണ് കഴിഞ്ഞാൽ കൂടുതലും കറുത്ത ഡോട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് കറുത്തു പോകുന്നതായിട്ട് കാണാം. അത് ഒഴിവാക്കാനായിട്ട് കൊലകളിലോട്ട് വീഴാത്ത തരത്തിൽ മരുന്നടിച്ചു കൊടുക്കുക. അന്നേരം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.